below the weights of 9 students of a class. Calculate the mean deviation from the median. ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ഭാരമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് മീഡിയനിൽ നിന്നുള്ള മീൻ ഡീവിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. മീഡിയനിൽ നിന്നുള്ള മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല mean deviation equal to sigma modulus of x minus median divided by n. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിരിക്കുന്ന ഡാറ്റ ഇങ്ങനെയാണ്. ഇതിൽ ആദ്യത്തെ റോയില് തന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആണ്. സീരിയൽ നമ്പർ നമ്മൾ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റയായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല. പിന്നെ സെക്കൻഡ് റോയിൽ തന്നിരിക്കുന്നത് വെയിറ്റ് ആണ്. വെയിറ്റ് ആണ് നമ്മുടെ എക്സ് വാല്യൂസ്. ഈ എക്സ് വാല്യൂസ് വെച്ചിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആവുമ്പോൾ സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ എൻ ആണ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. സീരിയൽ നമ്പർ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. എക്സ് വാല്യൂസിന്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇത് റോ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. റോ ഡാറ്റയില് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല n പ്ലസ് 1/2th ഐറ്റം ആണ് മീഡിയൻ വരിക. ഇനി നിങ്ങളോട് പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്, തന്നിരിക്കുന്ന ഡാറ്റയിലെ എക്സ് വാല്യൂസിനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം മീഡിയൻ കണ്ടുപിടിക്കാൻ. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം തന്നെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ നമ്പറിൽ നിന്ന് വലിയതിലേക്ക് അറേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രമാണ് n+1/2th ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡാറ്റയെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. നോക്കൂ, n+1/2th ഐറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഒബ്സർവേഷൻ? 9 ഒബ്സർവേഷൻ ഉണ്ട്. സീരിയൽ നമ്പർ 9 വരെയല്ലേ, അപ്പൊ 9 ഒബ്സർവേഷൻ. 9 + 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10/2 ഈക്വൽ ടു 5th ഐറ്റം ആണ് മീഡിയൻ ആയിട്ട് വരിക. അപ്പൊ 5th ഐറ്റം എന്ന് പറയുമ്പോൾ ഏതാണ്? മീഡിയൻ 60 ആണ്. സോ നെക്സ്റ്റ് കോളം കൺസ്ട്രക്ട് ചെയ്യണു. മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ. മീഡിയൻ എത്രയാന്ന് പറഞ്ഞു? എക്സ് മൈനസ് മീഡിയന്റെ വാല്യൂ 60 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ചിട്ട് ടേബിള് കൺസ്ട്രക്ട് ചെയ്യണം. മോഡുലസ് ഓഫ് ഫസ്റ്റ് വാല്യൂ നോക്കൂ, 50. 50 - 60 എത്ര കിട്ടും? -10 ആണ്. മോഡുലസ് സിമ്പൽ ഇട്ട് കഴിഞ്ഞാല് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ കൂടിയും പോസിറ്റീവായി പരിഗണിക്കണം. അടുത്തത് 52 - 60. 52ൽ നിന്ന് 60 പോയി കഴിഞ്ഞാൽ -8 ആണ്. മോഡുലസ് സിമ്പൽ ഉള്ളത് കൊണ്ട് പോസിറ്റീവായി പരിഗണിച്ചു. എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 55. 55 - 60 ഇപ്പൊ എന്ത് കിട്ടും? -5 ആണ്. പോസിറ്റീവായി പരിഗണിക്കണം. ദെൻ 57 - 60 -3 ആണ്. പോസിറ്റീവായി പരിഗണിക്കണം. Modulus of 60 - 60 which is equal to 0. Next value 61 - 60 1. 64 - 60 4. 65 - 60 5. 67 - 60 which is equal to 7. മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്നുള്ള ഈ കോളം സം ചെയ്യണം. സം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 43 ആണ്. എന്നതിന് ശേഷം മീൻ ഡീവിയേഷൻ ഫോർമുലയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ. എക്സ് മൈനസ് മീഡിയൻ എത്രയാണ്? 43 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. 9 ഒബ്സർവേഷൻ ആണുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു 4.78 കിലോഗ്രാം ആണ് mean deviation. The next one, calculate the standard deviation from the following data. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഡാറ്റ തന്നിരിക്കുന്നത്. നോക്കൂ, ഡാറ്റ 95 to 105,
105 to 115, 150 to 125 ഈ ടൈപ്പിലുള്ള ഡാറ്റയാണെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടൈപ്പ് ആണ്. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ക്ലാസസിന്റെ മിഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2, അതായത് 95 പ്ലസ് 105 ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോ എന്താ ആൻസർ വരിക? 200 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 100 കിട്ടും. അതുപോലെ ഓരോ ക്ലാസസിന്റെയും മിഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. മിഡ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തു. എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീക്വൻസി ഇൻറ്റു മിഡ് വാല്യൂ. 19 into 100 ആണ് ഈ എഴുതിയിരിക്കുന്ന വാല്യൂ. 23 into 110 this one. 36 into 120 4320. അങ്ങനെ ഈ കോളം കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളമാണ്. അതായത് എക്സ് സ്ക്വയർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. 100 into 100 കാൽക്കുലേറ്റ് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 19. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 100 into 100 അപ്പൊ എക്സ് സ്ക്വയർ ആയി. ഇനി അതിന് എന്ത് ചെയ്യുക? ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എങ്ങനെ ചെയ്യും? 110 into 110 into 23. അന്നേരം കിട്ടുന്ന വാല്യൂ ആണ് ദിസ് വൺ. Then next one 120 into 120 into 36. This value കിട്ടും. Then 130 into 130 into 70. This value കിട്ടും. Okay. Last one 140 into 140 into 52. This value കിട്ടും. ഇനി വേണ്ടത് ഈ ഓരോ കോളത്തിന്റെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രീക്വൻസിയുടെ സമ്മ 200 ആണ്. ദെൻ പിന്നെ വേണ്ടത് എഫ് എക്സ് ഈ കോളത്തിന്റെ സമ്മ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25130 കിട്ടും. ദെൻ ലാസ്റ്റ് കോളത്തിന്റെ സമ്മ 318890 എന്നതിന് ശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല എഴുതിയിടുന്നു. സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് sigma f x square by n minus sigma f x by n the whole square. ഇനി ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്നത് മീൻ ആണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആണ്. 25,130 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ്? 200 ആണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ആണ് മീന്. ഈ നമ്പറിനെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 125.65 ആണ് മീന്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ എത്രയാണ്? 318890 ഡിവൈഡഡ് ബൈ എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 200 മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 125.65. എന്തും കൂടിയുണ്ട്? സ്ക്വയറും കൂടിയുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ നമ്പറിനെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 15944.5 മൈനസ് ഈ നമ്പറിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക 15787.93 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 156.5775 എന്നതിന് ശേഷം ഇതിന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.51 ആണ്. അപ്പൊ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ട് 2016 സെപ്റ്റംബറില് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മാർച്ച് 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി ചെക്ക് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, an example of a relative measure of dispersion is. ഡിസ്പേർഷന്റെ
റിലേറ്റീവ് അളവിന് ഒരു ഉദാഹരണം. റിലേറ്റീവ് എന്നുള്ളതിന്റെ മലയാളം വേർഡ് ആപേക്ഷിക അളവ്. തന്നിരിക്കുന്നതിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ദ നെക്സ്റ്റ് വൺ, എ കൺസ്യൂമർ ബ്യൂറോ has conducted a survey of cable television providers in a city. Here are the numbers of channel they offer. Calculate the standard deviation of the number of channels. ഇതിന്റെ മലയാളം വേർഷൻ, ഒരു നഗരത്തിലെ കേബിൾ ടെലിവിഷൻ സേവന ദാതാക്കളുടെ ഒരു സർവേ നടത്തുന്നു. അവർ വാഗ്ദാനം ചെയ്യുന്ന ചാനലുകളുടെ എണ്ണം താഴെ കൊടുക്കുന്നു. ചാനലുകളുടെ എണ്ണത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. തന്നിരിക്കുന്ന ഡാറ്റയെ ഒറ്റ കോളത്തിലാക്കി എഴുതിയിട്ടുണ്ട്. ഈ ഡാറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു √1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി നോക്കൂ, ഈ എക്സ് ബാർ എന്ന് പറഞ്ഞാല് മീൻ ചെയ്യുന്നത് മീൻ ആണ്. അതായത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വേണം? ഇനി എക്സ് സ്ക്വയർ വേണം. എക്സ് സ്ക്വയറിന്റെ സമ്മിനെയാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അടുത്തൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണു എക്സ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ 132ന്റെ സ്ക്വയർ 132 ഇൻറ്റു 132 കിട്ടുന്ന വാല്യൂ 17,424. 128 ഇൻറ്റു 128 വാല്യൂ 16,384. ഇതുപോലെ എക്സ് സ്ക്വയറിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാ വാല്യൂസിന്റെയും സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു എന്നതിന് ശേഷം രണ്ട് കോളവും ടോട്ടൽ ചെയ്യണം. ആദ്യത്തെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,234 ആണ് ആദ്യത്തെ കോളത്തിന്റെ ടോട്ടല്. സെക്കൻഡ് കോളത്തിന്റെ ടോട്ടല് 1,52,784 ആണ് ടോട്ടല്. എന്നതിന് ശേഷം ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n. n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 1,52,784 മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞു? എക്സ് കോളത്തിന്റെ സമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് കോളത്തിന്റെ സം എത്ര? 1,234 ആണ്. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടുന്ന ആൻസർ 123.4 വരും. അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ ചോദിക്കുന്നത്. 123.4 സ്ക്വയർ എക്സ് ബാറിന്റെ സ്ക്വയർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ആദ്യം ചെയ്യാനുള്ളത് ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,278.4 മൈനസ് 123.4 സ്ക്വയർ 15,227.56. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണു. വിച്ച് ഈസ് ഈക്വൽ ടു 50.84 ഉണ്ട്. റൂട്ട് അതുപോലെ കീപ്പ് ചെയ്തു. ഇതിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7.13 ആൻസർ വരും. The quartile deviation of a set of observation is 5. The lower quartile is 10. Then the upper quartile is. ഒരു കൂട്ടം വിലകളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ 5 ആണ്. ലോവർ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല് Q1 10 ആണെങ്കിൽ അപ്പർ ക്വാർട്ടൈൽ Q3 ഈക്വൽ ടു എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ക്വാർട്ടൈൽ ഡീവിയേഷൻ തന്നിരിക്കുന്നു 5 ഈക്വൽ ടു Q3 അറിയില്ല. Q3 മൈനസ് Q1 10 ആണ് വാല്യൂ ഡിവൈഡഡ് ബൈ 2.
എന്നതിന് ശേഷം 2നെ ഈക്വൽ ടുവിന്റെ ഇങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഡിവിഷൻ പോയിട്ട് എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. 5 into 2 equal to Q3 minus 10. 5 into 2 എന്ന് പറഞ്ഞാല് 10. നെഗറ്റീവ് 10 ഈക്വൽ ടുന്റെ ഇങ്ങേ ഭാഗത്തേക്ക് വരുമ്പോ പോസിറ്റീവ് 10 ആയി മാറി, വിച്ച് ഈസ് ഈക്വൽ ടു Q3. 10 plus 10 20 ഈക്വൽ ടു ആണ് Q3. അപ്പർ കോട്ടയില് 20 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. A stock market analyst has analyzed the price trend of two stock X and Y over a period of 30 working days. He computed the following result. Compare the consistency of the prices of the two stock. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വിശകലന വിദഗ്ധൻ എക്സ് വൈ എന്നീ സ്റ്റോക്കുകളുടെ 30 ദിവസങ്ങളിലെ വിലകൾ വിശകലനം ചെയ്തതിനു ശേഷം താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. എക്സ് എന്നുള്ള സ്റ്റോക്കിന്റെ ആവറേജ് ശരാശരിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട് ആ പട്ടികയില്. വൈ എന്നുള്ള സ്റ്റോക്കിന്റെ ആവറേജും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. രണ്ട് സ്റ്റോക്കുകളുടെയും വിലകളുടെ സ്ഥിരത, അതായത് കൺസിസ്റ്റൻസിയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ള ടേബിള് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. ആവറേജും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. എക്സ് എന്നുള്ള സ്റ്റോക്കിന്റെ ആവറേജ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വൈ എന്നുള്ള സ്റ്റോക്കിന്റെ ആവറേജും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. കൺസിസ്റ്റൻസിയാണ് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിലും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ് എന്നുള്ള വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ്, എക്സ് വേരിയബിള് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഫോർമുല എന്താണ്? സിഗ്മ ബൈ എക്സ് ബാർ. അപ്പൊ എക്സ് വേരിയബിളില് സിഗ്മ 23.88 ഡിവൈഡഡ് ബൈ എക്സ് ബാർ. എക്സ് ബാർ പറഞ്ഞ എന്താ? ആവറേജ്. ആവറേജ് എത്രയാ? 85.49 ഇൻറ്റു 100. ഇത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27.93 ആൻസർ. ദെൻ സെക്കൻഡ് സെറ്റ് ചെയ്ത വൈ ആണ്. വൈന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സെയിം ഫോർമുല. ഇപ്പൊ സിഗ്മ വൈന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 26.22 ഡിവൈഡഡ് ബൈ വൈന്റെ ആവറേജ് 112 ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 23.41 ആൻസർ വരും. എന്നിട്ട് ഇവ തമ്മിൽ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ ഏതിന്റെ വാല്യൂ ആണോ കുറവ് അതിനാണ് കൺസിസ്റ്റൻസി കൂടുതൽ. ഇപ്പൊ വാല്യൂ കുറവ് ഏതാണ്? വൈക്കാണ്. സെക്കൻഡ് സെറ്റിനാണ് കുറവ്. അപ്പൊ എന്തെഴുതാം? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ. ഏതിന് നേർക്കാണോ ഈ വായ തുറന്നിരിക്കുന്നത് ആ ഭാഗമാണ് വലുത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതണോ? ഇപ്പൊ ഇങ്ങേ ഭാഗത്തേക്ക് ഈ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അർത്ഥം ഈ ഭാഗത്തെ വാല്യൂ ആണ് വലുത്. അതായത് 27.93 ആണ് വലുത്. ഈ ഭാഗത്തെ വാല്യൂ എത്രയാ? 23.41. ചെറിയ വാല്യൂ ഏതാണ്? വൈന്റെ വാല്യൂ ആണ്. എന്തെന്ന് കൺക്ലൂഡ് ചെയ്യാം? സ്റ്റോക്ക് വൈ ഈസ് കൺസിസ്റ്റന്റ്. The price and demand of a commodity for 6 months are given below. ഒരു സാധനത്തിന്റെ 6 മാസത്തെ വിലയും ആവശ്യകതയും, അതായത് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ചുവടെ ഒരു പട്ടികയിലാക്കി തന്നിട്ടുണ്ട്. ഈ ഡാറ്റ വെച്ചുകൊണ്ട് കൊവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതവണ നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ കൊവേരിയൻസ് പഠിക്കാൻ ഇല്ല. എന്നിരുന്നാൽ കൂടിയും ഞാനത് പറയുകയാണ്. പ്രൈസിന്റെയും ഡിമാൻഡിന്റെയും കൊവേരിയൻസ്, ഏതൊരു ഡാറ്റ തന്നിട്ട് കൊവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഫോർമുല കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1/n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ എന്നാണ് ഫോർമുല.
തന്നിരിക്കുന്ന വാല്യൂസിനെ എക്സ് കോളത്തില് വൈ കോളത്തിലാക്കി എഴുതിയിട്ടു. ഇനി കൊവേരിയൻസ് എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സ് വൈ എന്നുള്ള വേരിയബിളിന്റെ പ്രോഡക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം സമ്മും കൂടെ ചെയ്യണം. അപ്പൊ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം 20 into 5 100, 22 into 4 88, അങ്ങനെ ഓരോ വാല്യൂന്റെയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്നതിന് ശേഷം എക്സ് കോളത്തിന്റെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്, വൈ കോളത്തിന്റെ ടോട്ടൽ ചെയ്ത് വെച്ചു, എക്സ് വൈ കോളത്തിന്റെ ടോട്ടൽ ചെയ്തു. ഇനി വേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇനി വേണ്ടത് എക്സ് ബാർ വേണം. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർമുല എങ്ങനെയാ പറഞ്ഞു, സിഗ്മ എക്സ് ബൈ എൻ ആണ് ഫോർമുല. ഇപ്പൊ സിഗ്മ എക്സ് പറയുമ്പോ എക്സിന്റെ ടോട്ടല് 143 ബൈ എൻ. എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്നാ പറഞ്ഞത് ഡാറ്റയില്? 6 ഒബ്സർവേഷൻ ആണ് ഉള്ളത്. 143നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 23.83 ആണെന്ന് വരും. അതുപോലെ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. വൈ ബാർ ഈക്വൽ ടു ഫോർമുല സിഗ്മ വൈ ബൈ എൻ ആണ്. സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാല്യൂ എത്രയാ? 16.5 ആണ്. ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ? 6 ഒബ്സർവേഷൻ. ഡിവൈഡ് ചെയ്യുമ്പോൾ 2.75 ആണെന്ന് വന്നു. എന്നതിന് ശേഷം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ. 1 ബൈ എൻ 6 ആണ് ഇൻറ്റു സിഗ്മ എക്സ് വൈ 371 മൈനസ് എക്സ് ബാർ എത്രയാ? 23.83 ഇൻറ്റു വൈ ബാർ 2.75. ദെൻ ഇനി ചെയ്യാനുള്ളത് ആദ്യം ഈ ഓപ്പറേഷൻ വേണം കേട്ടോ ചെയ്യാൻ. ഇപ്പൊ 371നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ 61.83 മൈനസ് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ എടുത്തെഴുതുക. ഇതിൽ നിന്ന് ഈ കിട്ടിയ ആൻസർ മൈനസ് ചെയ്യുക. അന്നേരം കിട്ടുന്ന വാല്യൂ -3.7 ആയിരിക്കും. If you like the video, please subscribe and press the bell icon.